കാലിൽ കിടക്കുന്ന പുതപ്പ് ഒരൽപ്പം മാറിയതും ആ പുതപ്പിനുള്ള നഗ്നമായ ശരീരം ഒന്ന് കോരിത്തെരിച്ചു. റോഷ്നി കണ്ണുകൾ തുറക്കാതെ ഒരു കൈ കൊണ്ട് പുതപ്പ് വലിച്ചു കയറ്റി ഹരിയുടെ നെഞ്ചിലേക്ക് പതിഞ്ഞു കിടന്നു. ഹരി രണ്ട് കൈകൾ കൊണ്ടും റോഷ്നിയെ ചുറ്റിപ്പിടിച്ചു. റോഷ്നി ഒന്നുകൂടെ ഹരിയുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് അവന്റെ നഗ്നമായി നെഞ്ചിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. ഹരി അതറിഞ്ഞ പോലെ അവളുടെ ഇടുപ്പിലെ പിടിയൊരൽപ്പം മുറുകി. റോഷ്നിയുടെ ചുണ്ടുകൾ അകലുന്നതും അവന്റെ നെഞ്ചിൽ പതിയെ നുണയുന്നതും ഹരി അറിഞ്ഞു. തുറക്കാൻ തുടങ്ങിയ കണ്ണുകൾ ഏതോ ആലസ്യത്തിലെന്ന പോലെ വീണ്ടും മടഞ്ഞു തുടങ്ങി. റോഷ്നി ഹരിയെ വീട്ടിലേക്ക് മലർത്തിയിട്ട് അവന്റെ മുകളിലായി കയറി കിടന്നു. ഹരിയുടെ ചുണ്ടിൽ ചിരി തിരിഞ്ഞു. ആ ചിരി പുറത്തേക്ക് വരാതെ അവൻ കീഴ്ചുണ്ടിൽ കടിച്ചു പിടിച്ചൊതുക്കി. ചിരിക്കേണ്ട, ഇത് നമ്മുടെ ഹണിമൂൺ. നല്ലോ മുതലാക്കി വേണം നാട്ടിൽ പോവാൻ. റോഷ്നി അവന്റെ കഴുത്തിരക്കിലേക്ക് മുഖം അമർത്തിക്കൊണ്ടു പറയുമ്പോൾ ഹരി ഉറക്ക ചിരിച്ചു. ഇന്നലെ രാത്രി അവളെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഓരോന്ന് ചെയ്യുമ്പോൾ അവൻ അവളോട് പറഞ്ഞ ഡയലോഗ് പെണ്ണ് തിരിച്ചടിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം അവൾ ചെയ്യുന്നത് അവനെ ഉണർത്തുന്നുണ്ട്. ചുമ്മാ കളിക്കാനാണെങ്കിൽ നീ വിവരം അറിയന്റെ കുഞ്ഞേ. ചുമ്മാ ഉറങ്ങിക്കിടന്ന എന്നെ ഓരോന്നും ചെയ്ത് പ്രലോഭിപ്പിച്ചിട്ട് അവസാനം പകുതി കിട്ടിട്ട് പോയാൽ ഞാൻ കൊല്ലുന്നിനെ. ഹരിയുടെ ആദം സാപ്പിളിൽ അവളുടെ നാവ് ഇഴിഞ്ഞു പോകുമ്പോൾ ഹരി വല്ലാത്തൊരു അവസ്ഥയിൽ അവളോട് പറഞ്ഞു. കൊതിപ്പിച്ചിട്ട് കളഞ്ഞു കളയാൻ അവനെ കഴിഞ്ഞിട്ട് ആളുള്ളെന്ന് അവനറിയാം. അതുകൊണ്ട് മുൻകൂറായി അവൾക്കൊരു അറിയിപ്പ് കൊടുത്തതാണ്. പക്ഷെ പെണ്ണ് വിടാൻ ഭാവമില്ല. അവളുടെ നാവിന്റെ തലോടൽ അവന്റെ വയറിലറിഞ്ഞു. ഹരിയുടെ കൈകളിലും റോഷ്നിയുടെ തലമുടിയിൽ അമർന്നു. വയറിലും താഴേക്ക് റോഷ്നിയുടെ മുഖം പോയതും ഹരി കണ്ണുകളടിച്ച് ശ്വാസം വലിച്ചു വിട്ടു. ഒട്ടൊരു സമയത്തിന് ശേഷം പുതപ്പ് മാറ്റിയ റോഷ്നി അവന്റെ അരയിൽ കയറിയിരുന്ന് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹരിയുടെ കണ്ണുകൾ ചെറുതായിരുന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. എന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഹരിക്കുട്ടാ? റോഷ്നി ചോദിക്കുമ്പോൾ ഹരി അവളുടെ മുഖത്തേക്ക് നോക്കി. വലത്തെ കൈ കൊണ്ട് ചുണ്ടുകൾ തുടയ്ക്കുകയാണ് അവൾ. ഹരി അവന്റെ കൈ നീട്ടി ചുണ്ടിന് താഴെ താടിലായി തുടച്ചു കൊടുത്തു. റോഷ്നിയുടെ മുഖം പെട്ടെന്ന് ചുവന്നു കയറി. അത്ര നേരം ഉണ്ടാവാതിരുന്ന നാണം അവളുടെ മുഖത്തേക്ക് ഇരമ്പി വന്നു. റോഷ്നി പെട്ടെന്ന് ഹരിയുടെ മുകളിലേക്ക് കമിഴ്ന്ന് കിടന്നു. ഹരിയുടെ പൊട്ടിച്ചിരി ആ റൂമിൽ ഉയർന്നു കേട്ടു. നിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇനി എന്റെ പെർഫോമൻസ് ഒന്ന് നോക്കിയാലോ? അവന്റെ മുകളിൽ കിടക്കുന്നവളെ പിടിച്ച് ബെഡിലേക്ക് മലർത്തിയിട്ട് അവളുടെ മുകളിലേക്ക് കയറി കിടന്നുകൊണ്ടാണ് അവന്റെ പറച്ചിൽ. റോഷ്നി ചുവന്ന് കയറിയ മുഖത്തോടെ അവനെ നോക്കി. രാവിലെ ഒരു പ്രത്യേക മൂടാണല്ലേ? പറയിലും റോഷ്നിയുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടിനെ അവൻ മുട്ടിച്ചു കഴിഞ്ഞിരുന്നു. റോഷ്നി രണ്ട് കൈകൾ കൊണ്ടും ഹരിയുടെ മുതുകിൽ അള്ളി പിടിച്ചു കിടന്നു. ഹരിയുടെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് ഇറങ്ങി. അവിടെ നുണഞ്ഞും കടിച്ചും വലിച്ചും അവൻ അവളെ വശം കെടുത്തി. അറിയുന്ന ആരുമൊന്നും കാണില്ലല്ലോ എന്ന് കരുതി അവനൊരു നിയന്ത്രണമൊന്നും വെച്ചിരുന്നില്ല. അവന് തോന്നിയിടത്തൊക്കെ അവൻ അടയാളം വരുത്തിയിരുന്നു. ഹരിയുടെ മുഖം റോഷ്നിയുടെ നെഞ്ചിലേക്ക് അരിച്ചിറങ്ങി. എന്നാൽ അവിടെ അധികം മൊത്തം വയ്ക്കാൻ റോഷ്നി സമ്മതിച്ചില്ല. അവന്റെ തല ഒരൽപ്പം ബലമായി തന്നെ പൊക്കി. എന്താടി? ദേഷ്യം വന്നതുപോലെ ഒരു ചോദ്യം. റോഷ്നി അതിലും ദേഷ്യത്തിൽ അവനെ തിരിച്ചു നോക്കി. അപ്പം രണ്ടുപേരും മറച്ചു കിടക്കുന്ന പുതപ്പ് ഒരൽപ്പം മാറ്റി. ഹരിയുടെ കണ്ണുകൾ അവളുടെ മാറിലേക്ക് നീണ്ടു. ചുവന്നും നീലച്ചും കിടക്കുന്ന അടയാളങ്ങൾ. ഹരി പതിയെ അവിടേക്കൊന്ന് തഴുകി. വേദനയുണ്ടോ കുഞ്ഞി? സങ്കടത്തോടെ ഒരു ചോദ്യം. ഇന്നലെ വല്ലാതെ അവളെ ബുദ്ധിമുട്ടിച്ചു എന്ന് അവന് തന്നെ തോന്നിയിരുന്നു. അടയാളങ്ങൾ കണ്ടതോടെ അവന് ഉറപ്പിക്കുകയും ചെയ്തു. നല്ലോ നീർന്നുണ്ട്. റോഷ്നി ചുണ്ട് ചുളുക്കിക്കൊണ്ട് പറഞ്ഞതും ഹരി പതിയെ അവിടെ നിന്ന് ചുണ്ടമർത്തി ആ മുറിവിലൊക്കെ ഊതിക്കൊടുത്തു. പിന്നെ ഒന്നിനും നിൽക്കാതെ ബെഡിലേക്ക് കിടന്നവളെ അവൻ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി. കുറച്ചു നേരം കൂടെ രണ്ടുപേരും ഉറങ്ങിയ ശേഷമാണ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. 15 ദിവസം കാശ്മീർ അടിച്ചു പൊളിച്ച് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ആ തണുപ്പിൽ രാത്രി ചൂട് പകർന്ന് അടിച്ചു പൊളിച്ച ശേഷമാണ് രണ്ടും കൂടെ തിരിച്ചു വന്നത്. രണ്ടുപേരും കൂടെ നേരെ റോഷ്നിയുടെ വീട്ടിലേക്കാണ് പോയത്. കാരണം ഇതിലും വലിയ ട്രിപ്പായിരുന്നു അവിടെ മനസ്സിൽ. പക്ഷേ റോഷ്നിക്ക് പിടിച്ചില്ല. അവൾക്ക് അവസാനമായപ്പോഴേക്കും പനി പിടിച്ചു. ഇനിയും താമസിച്ചാൽ അല്ലെങ്കിൽ യാത്ര ചെയ്താൽ പനി തരുമെന്ന് തോന്നിയപ്പോൾ രണ്ടും കൂടെ നേരെ പോന്നതാണ്. സർപ്രൈസ് വിസിറ്റ് ആയതുകൊണ്ട് ആർക്കും അറിയില്ല. നേരെ വീട്ടിലേക്ക് വന്ന് ലച്ചുവിനെ കൂടി തിരിച്ചു പോവാനായിരുന്നു അവിടെ പ്ലാൻ. കാർ നിർത്തി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആരും പുറത്തില്ല. റയാൻഷിന്റെയും ലച്ചുവിന്റെയും കാർ പുറത്ത് കിടക്കുന്ന കൊണ്ട് കണ്ടു. രണ്ടും അവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. വാ. അകത്തേക്ക് കയറുമ്പോൾ വേണ്ടയോ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് റോഷ്നി അകത്തേക്ക് കയറി. കുഞ്ഞി, നിന്നെ നല്ല ചൂടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് നേരെ ഒരു ഡോക്ടറെ കാണിക്കാട്ടോ, അല്ലെങ്കിൽ പനി അധികമായാലോ? പെണ്ണ് കയ്യിൽ ചുറ്റിപ്പിടിച്ചപ്പോൾ അവളെ ശരീരത്തിൽ നിന്ന് സ്വന്തം ശരീരത്തിലേക്ക് പടർന്ന ചൂട് അറിഞ്ഞുകൊണ്ടാണ് ഹരി പറഞ്ഞത്. ഡോക്ടറെ ഒന്നും കാണിക്കണ്ട, നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം, അപ്പം മാറും. പെണ്ണിന് കൊഞ്ചലാണ്. ഒന്ന് അങ്ങോട്ട് വെച്ച് കൊടുത്താലുണ്ടല്ലോ തിരിച്ചിതിലും വലുത് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഹരി അടങ്ങി ഒതുങ്ങി അവൾക്കൊപ്പം നടന്നു.
ഹാളിൽ തന്നെ രുത്തന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ച് ലച്ചു ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്തിരുന്ന് പുഴുങ്ങിയ പഴം കുഞ്ഞിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അഞ്ജു. അവനത് തുപ്പിയും വണ്ടി വിട്ടും പകുതിയും കളയുന്നുമുണ്ട്. ആഹാ, കുഞ്ഞാപ്പി പാപ്പം കഴിക്കുവാണോ? ഹരിയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടാണ് അവളുടെ ചോദ്യം. ആ ശബ്ദത്തിൽ ഞെട്ടിയ 3 പേരും അവളെ നോക്കിയപ്പോഴേക്കും അവൾ അവിടെ അടുത്തെത്തിയിരുന്നു. നീ എന്താ പറയാതെ വന്നേ? ട്രിപ്പൊക്കെ കഴിഞ്ഞു ഏട്ടാ? ആദ്യത്തെ ചോദ്യം റോഷ്നിയോടും രണ്ടാമത്തെ ചോദ്യം ഹരിയോടുമായിരുന്നു. ലച്ചു കുഞ്ഞിനെ റോഷ്നിയുടെ കയ്യിൽ കൊടുത്ത് ഹരിയുടെ അടുത്തേക്ക് നടന്നു. കുഞ്ഞോട് കുഞ്ഞിനെ എടുക്കണമെന്ന് പറ, അവൾക്ക് പനിക്കുന്നുണ്ട്. പകരം അടുത്തേക്ക് വന്ന ലച്ചുവിനെ ചേർത്ത് പിടിച്ച് അവളെ നിറകയിലെന്ന് മുത്തിക്കൊണ്ടാണ് അവനെന്ന് പറഞ്ഞത്. ലച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ റോഷ്നി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയിരുന്നു. ഇതിനെ കൊണ്ട് അത് കണ്ട് ഹരി പല്ല് കടിച്ചു. കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും മഞ്ജു അവന്റെ അടുത്തേക്ക് വിശേഷം തിരക്കാനായി വന്നു. ഹരി സെറ്റിയിലേക്ക് ഇരുന്ന് നല്ല രീതിയിൽ അവർക്ക് മറുപടി കൊടുത്തു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും സുഭദ്രയും വല്യമ്മമാരും ഒക്കെ വന്നിരുന്നു. ഹരി എഴുന്നേൽക്കണോ ഇരിക്കണോ എന്നറിയാതെ ഒരുമാതിരി ഇരിപ്പിരുന്നു പോയി. എല്ലാവരും കൂടെ സംസാരിക്കാൻ വന്നിരുന്നപ്പോൾ ഹരി ആകെ ചടച്ചു. ചോദിക്കുന്നതിന് ചിരിച്ചും മുക്കിയും ഒളിയും അവനിരുന്നു. അതിനിടയിൽ സുഭദ്ര കൊടുത്ത ജ്യൂസ് അവൻ കഷ്ടപ്പെട്ട് കുടിക്കുന്നുമുണ്ട്. അടുക്കളയിലേക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയ ഒരുത്തെ പിന്നെ ആ വഴിക്ക് കണ്ടില്ല. അവന്റെ കൂടെ ലച്ചു ഉണ്ടല്ലോ എന്ന് കരുതിയാവും. ഇന്നിനി പോവണ്ട, കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം. ഓഫീസിൽ നിൽക്ക്, ഇവിടുന്ന് പോവാം. എന്തായാലും കുഞ്ഞിക്ക് പനിയൊക്കെയല്ലേ? സുഭദ്ര പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. ഇപ്പൊ തന്നെ അവൻ മുള്ളിന് മുകളിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 4 പേരും കൂടെ ഒരു ദിവസം രാത്രി വന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അന്നൊരു ദിവസം അവിടെ നിന്ന് പിറ്റേന്ന് പോയി. ഹരി എന്താ ഒന്നും പറയാതെ? കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്. എന്തായാലും ലച്ചും കിച്ചും ഒക്കെ ഇവിടെ ഇല്ലേ? നിങ്ങൾ 2 പേരും ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ടല്ലോ. അതും പെണ്ണിന് പനിയും. സുഭദ്ര വീണ്ടും പറയുന്നുണ്ട്. ഹരി എന്താ പറയുക എന്ന പോലെ ലച്ചുവിനെ നോക്കി. ലച്ചു ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. ഏറിയാൽ ഒരു ദിവസം, അതിനപ്പുറത്തേക്കൊന്നും ഹരി ഇവിടെ നിൽക്കണമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നിർബന്ധിക്കുമ്പോഴും അവൾ നിർബന്ധിക്കാതിരുന്നത്. എന്തായാലും ഇന്നൊരു ദിവസം ഞങ്ങൾ ഇവിടെ നിൽക്കാം. നാളെ രാവിലെ ഞങ്ങൾ പോകും. അടുക്കളയിൽ നിന്നും എന്തോ കുഴിച്ചുകൊണ്ട് ഹാളിലേക്കുന്ന റോഷ്നി ആ കാര്യത്തിൽ തീരുമാനം പോലെ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. ഹരിയുടെ നോട്ടം പോയത് അവളുടെ കയ്യിലെ തണുത്ത ജ്യൂസിലേക്കാണ്. ഒരക്ഷരം പറഞ്ഞ കേൾക്കില്ലല്ലോ കുരിപ്പ്. എന്നാ ഞങ്ങളൊന്ന് ഫ്രഷായി കിടന്നുറങ്ങട്ടെ. ആരും ഞങ്ങളെ വിളിക്കാൻ വേണ്ട. ഉറക്കം മതിയായി, ഞങ്ങൾ എഴുന്നേറ്റ് വന്നോളാം. അതും പറഞ്ഞിട്ട് കയ്യിലെ ഗ്ലാസ് സുഭദ്രയെ കയ്യിൽ കൊടുത്ത് ഹരിയെ തലയാട്ടി വിളിച്ചു. സത്യം പറഞ്ഞാൽ അവൻ അന്നേരം ഞാനില്ല, നീ ഒറ്റയ്ക്ക് പോ എന്ന് പറയാനാണ് തോന്നിയത്. തിരിഞ്ഞൊന്നും മിണ്ടാതെ കയ്യിലുള്ള ഗ്ലാസ് ലച്ചുവിന്റെ കയ്യിൽ കൊടുത്തു. അളിയൻ ഇവിടെയില്ലേ? സെറ്റിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ അവൻ ലച്ചുവിനോട് ചോദിച്ചു. ഈ നേരം വരെ ആണുങ്ങളെ ആരും പുറത്തേക്ക് കണ്ടില്ല. കിച്ചുയുടെ റൂമിലുണ്ട്, എന്തോ ഒരു വർക്കിലാണ്. നിങ്ങൾ വന്ന വിവരം അറിഞ്ഞില്ല. സാരില്ല, ഞങ്ങൾ മുകളിലോട്ടാണല്ലോ, പോയി അറിയിച്ചോളാം. അതും പറഞ്ഞിട്ട് റോഷ്നി ഹരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. സ്റ്റെപ്പ് കയറുമ്പോൾ ഹരിയുടെ കണ്ണുകൾ അവളുടെ നേരം തിരിഞ്ഞു. പനിയായിട്ടും നിന്റെ നാവിലൊരു ക്ഷീണമില്ലല്ലോ. പ്രാകാതെ ഹരിക്കുട്ട. അതും പറഞ്ഞിട്ട് റോഷ്നി അവന്റെ തോളിലേക്ക് മുഖം അമർത്തി വെച്ചു. ഹരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. ആദ്യം റയാൻഷിന്റെ റൂമിൽ കയറി അവനെ കണ്ട ശേഷമാണ് രണ്ടും കൂടെ അവിടെ റൂമിൽ കയറിയത്. ഹരി ഡോർ അടച്ച് തിരിയുമ്പോഴേക്കും ഇട്ടിരുന്ന ജീൻസ് പാന്റും ജാക്കറ്റും അഴിച്ചുകൊണ്ട് റോഷ്നി വീട്ടിലേക്ക് കിടന്നിരുന്നു. വാ. പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ട് കിടന്നുകൊണ്ട് റോഷ്നി 2 കൈയും അവന്റെ നേരെ നീട്ടി. ഹരി ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് ആ കയ്യിൽ പിടിച്ചു വലിച്ചു പൊക്കിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അയ്യോ, ഞാനില്ല, എനിക്ക് കുളിക്കണ്ട. ഹരി, ഞാനില്ല, എന്റെ പനി കൂടും. അടങ്ങിക്കിടക്കടി, അവളൊരു പനി. പുറത്തു പോയി വന്നാ കുളിക്കണം. അതിന്റെ പേരിൽ നിന്റെ പനി കൂടിയാ ഞാൻ മാറ്റിത്തരാം. റോഷ്നിയെ തറയിൽ നിർത്തി ഡോർ ലോക്ക് ചെയ്യുമ്പോൾ ഹരി റോഷ്നിയുടെ നേരെ ഒച്ചയിട്ടു. അതോടെ കുട്ടിയുടെ മിണ്ടാട്ടം മുട്ടി. രാത്രി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ച ശേഷമാണ് കിടക്കനെ റൂമിലേക്ക് ഓരോരുത്തരും പോയത്. നാളെ രാവിലെ പോയാലോ? എന്നാ എനിക്ക് ഇന്നേരം ഓഫീസിൽ പോവായിരുന്നു. കുറെ ദിവസമായില്ലേ. മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ഹരി ലച്ചുവിന്റെ തോളിൽ കയറ്റ് മുന്നിൽ സ്റ്റെപ്പ് കയറുന്ന റയാൻഷിനോടായി പറഞ്ഞു. നിങ്ങൾ രാവിലെ വെക്കുള്ളൂ, ഞങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. റയാൻഷ് തിരിഞ്ഞു നോക്കാതെ നടക്കാനിടയിൽ പറഞ്ഞതും അതെന്താ എന്നൊരു ചോദ്യം അവന്റെ നാവിന്റെ തുമ്പിൽ വന്നു. പിന്നൊന്നും മിണ്ടാതെ ഹരി ഒന്ന് മൂളുക മാത്രം ചെയ്തു. റോഷ്നി എന്തോ ചോദിക്കാൻ വന്നുവെങ്കിലും ഹരി അത് തടഞ്ഞു. അതിന്റെ ഒരു കല്ലിൽ റോഷ്നി ഒന്നും മിണ്ടാതെ റയാൻഷിനെ ഒരു തട്ട് തട്ടി ഉള്ള റൂമിൽ കയറി വാതിലടിച്ചു. നാളെ അവിടെ കൂടെ 2 പേരും വന്നില്ലെന്നറിഞ്ഞ ദേഷ്യമാണ്. കുറച്ചു ദിവസം ശ്രീയമ്മയുടെ കൂടെ നിൽക്കട്ടെ കരുതിയിട്ട. അമ്മയാകുമ്പോൾ ഈ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ശ്രീക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതുണ്ടാക്കി കൊടുക്കും. കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് വരാം. റയാൻഷ് ഹരിയുടെ നേരെ തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ നോക്കി. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോ. ഇതാണ് ശരിക്കും നിന്റെ വീട്. അമ്മയുടെ കൂടെ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ നോക്കിയിട്ട് വീട്ടിലേക്ക് വാ. ലച്ചുവിനെ തോൾ പതിയൊന്ന് തട്ടിക്കൊണ്ട് ഹരി പറയുമ്പോൾ ലച്ചുവിന്റെ നോട്ടം അടഞ്ഞെടുക്കുന്ന റോഷ്നിയുടെ റൂമിന്റെ ഡോറിലേക്ക് നീണ്ടു. കുഞ്ഞു പിണങ്ങി. നാളെ മിക്കവാറും അവൾ എന്നെയും കൊണ്ട് പോവാൻ നോക്കും.
വല്ലാതെ നിർബന്ധിച്ചാൽ ഞാൻ പോകും. ലച്ചു ആദ്യം ഹരിയോടും പിന്നെ റയാൻഷിനെ നോക്കിയുമാണ് പറഞ്ഞത്. നിർബന്ധിച്ചാലല്ലേ? അതൊന്നും നിർബന്ധിക്കില്ല. കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് വന്നാൽ മതി. ലച്ചുവിന്റെ കവളിൽ പതിയെന്ന് തട്ടിക്കൊണ്ട് ഹരി മുന്നോട്ട് പോയി. അവൻ പോയതും റയാൻഷും ലച്ചും കൂടെ റൂമിലേക്ക് കയറി. ഹരി റൂമിലേക്ക് കയറുമ്പോൾ റോഷ്നി ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ഹരി ഡോർ അടിച്ച് AC ഓണാക്കി അവളുടെ അടുത്തേക്ക് കിടന്നു. ഈ സമയത്ത് ആർക്ക് ലച്ചുവിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരമ്മ കൂടെയുള്ളതിന്റെ അങ്ങോട്ട് എത്തില്ല. ഹരി പറഞ്ഞു വന്നപ്പോൾ തന്നെ റോഷ്നി മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവന്റെ മനസ്സിലൂടെ പല പല കാര്യങ്ങളും കടന്നു പോയെന്ന് തോന്നുന്നു. ഇപ്പൊ ലച്ചുവിന് വേണ്ടത് നിന്റെ അമ്മയുടെ പ്രസൻസ് ആണ്. എത്രയൊക്കെ നമ്മൾ കൂടെ ഉണ്ടെങ്കിലും എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ നോക്കിലും അമ്മ ചെയ്തു കൊടുക്കുന്നത് പോലെ ആവണമെന്നില്ല. അതുകൊണ്ട് കുറച്ചു ദിവസം അമ്മയുടെ കൂടെ ലച്ചു ഇവിടെ നിൽക്കട്ടെ. ഇനി ലച്ചുവും റയാൻഷും ഒന്നും ഇല്ലാതെ നിനക്ക് പറ്റില്ലെന്നാണെങ്കിൽ നീയും ഇവിടെ നിന്നും അവര് വരുമ്പോ അവിടെ കൂടെ വന്നാൽ മതി. അതൊന്നും വേണ്ട. എനിക്കെന്റെ ഭർത്താവ് കഴിഞ്ഞേ അവർക്കുള്ളൂ. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ടൊരു കളിയില്ല. ഹരി പറഞ്ഞു നിർത്തിയതും റോഷ്നി ഹരിയെ ചുറ്റി പിടിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരി. ഹരി ഒരു ചിരിയുടെ 2 കൈകൊണ്ടും റോഷ്നിയെ കെട്ടിപ്പിടിച്ചു. പിറ്റേന്ന് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ റോഷ്നിയും ഹരിയും തിരിച്ചുപോയി. 2-3 ആഴ്ച നിന്ന് ശേഷമാണ് ലച്ചും റയാൻഷും തിരിച്ചുപോയത്. അതിനിടയിൽ ഹരിയും റോഷ്നിയും രാത്രി കറങ്ങാൻ ഇറങ്ങുമ്പോൾ ഇവിടെ വന്ന് ലച്ചുവിന്റെ അടുത്തിരിക്കും. പറ്റിയാൽ അവളെയും കൂട്ടിയൊന്ന് കറങ്ങിയിട്ട് വരും. അങ്ങനെ മാസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു. ശ്രീലക്ഷ്മി റയാൻഷ് ലേബർ റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നൊരു നേഴ്സ് ആ പേര് പറഞ്ഞതും ചുമരും ചാരി വാച്ചിൽ നോക്കി നിന്നിരുന്നവന്റെ കണ്ണുകളും കാലും ഒരുപോലെ അങ്ങോട്ട് നീങ്ങിയിരുന്നു. കുറച്ചു മുൻപ് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇപ്പോഴതാ പിങ്ക് നിറത്തിലുള്ള ടവൽ പൊതിഞ്ഞൊരു കൊണ്ടൊരു പൈതൽ. വാങ്ങിക്കോളൂ. നേഴ്സ് റയാൻഷ് നോക്കി കുഞ്ഞിനെ നീട്ടിയതും അവർ 2 കൈകളും നീട്ടി അവന്റെ രാജകുമാരിയെ അവൻ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. അവൻ കുഞ്ഞിനെ വാങ്ങിക്കുമോ പേടിയുണ്ടാകുമോ എന്നൊക്കെ ഒപ്പമുള്ള എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. കാരണം ഇതുവരെ ആ കൈ ഒരു കുഞ്ഞിനെ എടുത്ത് കണ്ടിട്ടില്ല. എന്നാൽ അവന്റെ മുഖത്ത് അങ്ങനെ ഒരു പേടിയോ ടെൻഷനോ ഒന്നുമില്ല. അവനോളം അവന്റെ കുഞ്ഞിനെ പിടിക്കാനും നോക്കാനും ഒരു കൈയും ലോകത്തിലെന്ന പോലെയാണ്. കുഞ്ഞു ടർക്കിക്കൊണ്ട് മുഖം ഒരൽപ്പം മറിഞ്ഞു കിടക്കുകയാണ്. ഹരി കൈ ഉയർത്തി ആ മുഖമൊന്ന് കാണാൻ വേണ്ടി അത് മാറ്റി. ഹോ, എല്ലാവരുടെയും കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. വെളുത്ത് തുടുത്ത് പഞ്ഞിക്കെട്ട് പോലെ ഒരു പൈതൽ. പകുതി തുറന്ന കുഞ്ഞിക്കണ്ണുകളും ചുവന്ന മൂക്കും ചുവന്ന ചുണ്ടും ചുവന്ന കവളും ഒക്കെ നെറ്റിലേക്ക് മറിഞ്ഞു കിടക്കുന്ന കറുത്ത മുടികളുമൊക്കെ ഒരു സുന്ദരി പെണ്ണ്. റയാൻഷ് നിറഞ്ഞു വന്ന കണ്ണുകളോടെ ആ കുഞ്ഞിമുഖത്തേക്ക് മുഖം താഴ്ത്തി ആ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചപ്പോൾ ആ കുഞ്ഞിത്താടിയിൽ ഹരിയുടെ ചുണ്ടുകളും പതിഞ്ഞു. റയാൻഷിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിട്ടുണ്ട്. ഏട്ടാ, എന്റെ കയ്യിലിതാ, ഞാൻ ഇവിടെ ഇരിക്കാം. എന്നെ മടിയിൽ വെച്ചതായോ? ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ? റോഷ്നി കുഞ്ഞിന്റെ അടുത്തുനിന്ന് ഓടി അവിടെയുള്ള ഒരു ചെയറിലിരുന്ന് മടിയിൽ തട്ടിക്കൊണ്ട് പറയുമ്പോൾ റയാൻഷ് അത് കേൾക്കാത്ത പോലെ കുഞ്ഞിനെ ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. ഏട്ടാ! റോഷ്നി ഇരുന്നിടത്ത് നിന്നും ഒന്നുകൂടെ വിളിച്ചു. ഹരി പിന്നെ അങ്ങോട്ട് നോക്കാനേ പോയില്ല. അവർ റയാൻഷിന്റെ ഒപ്പം നിന്ന് കുഞ്ഞിന്റെ കൈയും കാലും കവളുമൊക്കെ തൊട്ടു നിൽക്കുകയാണ്. നിനക്കൊന്നും കുഞ്ഞിനെ എടുക്കാനായില്ല കുഞ്ഞെ, കുറച്ചു ദിവസം കഴിയട്ടെ, എന്നിട്ടെടുക്കാം. ചെയറിൽ നിന്നും എഴുന്നിട്ട് റയാൻഷിന്റെ പിന്നാലെ നടന്ന് അവനെ ശല്യം ചെയ്യുന്ന റോഷ്നിയോട് ഒടുക്കം റയാൻഷ് ഇത്തിരി ഗൗരവത്തിൽ തന്നെ കാര്യം പറഞ്ഞു. പക്ഷെ റോഷ്നി അതുകൊണ്ടൊന്നും ഒതുങ്ങിയില്ല. നേരെ സുഭദ്രയുടെ അടുത്തേക്ക് പോയി. ദേവേന്ദ്രന്റെ അടുത്തേക്ക് പോയി അവരോടൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. ആരോട് പറഞ്ഞിട്ടെന്താ, അവരൊക്കെ അതിനേക്കാൾ ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. തരില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞ് തരാമെന്നും പറഞ്ഞു പോയി. അതുവരെ റയാൻഷ് കുഞ്ഞിനെ ആർക്കും ഒന്നും മാറ്റിയെടുക്കാൻ പോലും കൊടുത്തില്ല. അവൻ കുഞ്ഞിനെ എടുത്തിരുന്നു. കാണേണ്ടവരും കുഞ്ഞിനെ തൊടേണ്ടവരുമൊക്കെ അവന്റെ അടുത്തേക്ക് വരാ എന്ന പോലെ. കിച്ചു കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ ഒരു മുറിയിൽ ഒരു ചെയറിലായിരുന്ന റോഷ്നിയും ഹരിയും ഒക്കെ എടുത്ത ഫോട്ടോ ഷെയർ ചെയ്ത് നോക്കിയിരിക്കുമ്പോഴാണ് സുഭദ്ര അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അവൻ ഒരു ചിരിയോടെ അവന്റെ ഫോൺ അവർക്ക് നേരെ നീട്ടി. സുഭദ്ര അതിലേക്ക് നോക്കിക്കൊണ്ട് ചിരിച്ചു. പിന്നെ അവന്റെ അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. ഹരിയും റോഷ്നിയും കൂടെ ക്യാൻറ്റീനിലേക്ക് പോയതാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലുള്ളവർക്കൊക്കെ സ്വീറ്റ്സ് കൊടുക്കുന്ന തിരക്കിലാണ്. ഇന്ന് നീ ഒരു അച്ഛനായതുപോലെ നിന്റെ ചുറ്റുമുള്ള ഞങ്ങളൊക്കെ ഓരോരുത്തരായ ദിവസമാണ്. നീ ആദ്യമായി ഇന്നൊരു അച്ഛനായപ്പോൾ നിന്റെ സ്ത്രീ ഇന്നൊരു അമ്മയായി. അതുപോലെ ഹരി ആദ്യമായി ഒരമ്മാവനായി. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിട്ടും അവൻ പൊന്നുപോലെ വളർത്തിയ അവന്റെ പെങ്ങളാണ് ഇന്ന് നിന്റെ ഭാര്യ. ഈ ബന്ധം വേണ്ടെന്ന് അവനൊരാൾ നിർബന്ധം പിടിച്ചിരുന്നെങ്കിൽ നീ ഇന്ന് കയ്യിലെടുത്ത ആ കുഞ്ഞു പോലും ഉണ്ടാവില്ല. നിങ്ങളുടെ നല്ല ഭാവി മനസ്സിൽ കണ്ട് ലച്ചുവിന്റെ വീട്ടുകാരും നമ്മുടെ വീട്ടുകാരും ചെയ്ത് നിറയട്ട ഒരു കാര്യത്തെ അവൻ പുറത്തു തന്നില്ലേ? ഇന്ന് ആരെക്കാൾ കൂടുതൽ അവൻ നിന്നെ പരിഗണിക്കുന്നില്ലേ? അവൻ അവന്റെ പെങ്ങളെ എങ്ങനെ നോക്കി വളർത്തിയതാ. ആ പെങ്ങളൊരു കുഞ്ഞിന് ജന്മം നൽകുന്നതൊക്കെ ഉള്ളത് എത്ര സന്തോഷം തരുന്ന കാര്യമാണ്.
ആ കുഞ്ഞിനെന്ന് ഉമ്മ വയ്ക്കാനും നെഞ്ചോട് ചേർക്കാനും ഒക്കെ അവനും ആഗ്രഹം കാണില്ലേ? നമ്മുടെ കുഞ്ഞിന് നാളെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ നിനക്കുണ്ടാവുന്ന സന്തോഷത്തിന്റെ 1000 ഇരട്ടി സന്തോഷം അവന്റെ മുഖത്തുണ്ട്. അങ്ങനെയുള്ള അവനോട് നീ ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? സുഭദ്ര ശബ്ദം താഴ്ത്തി അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവനൊരു കൂസലുമില്ല, യാതൊരു മാറ്റവുമില്ലാതെ മിണ്ടാതിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ കിച്ചു? അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ സുഭദ്ര അവന്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു. റയൻഷ് അതിന് തല ചിരിച്ചുകൊണ്ട് അവിടെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞിനെ നമുക്കൊക്കെ 10 മിനിറ്റല്ലേ അമ്മയെ കിട്ടിയുള്ളൂ. ആ 10 മിനിറ്റ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് മതിയായില്ല, കണ്ടിട്ട് മതിയായില്ല. പിന്നെ എങ്ങനെ ഞാൻ വേറെ ഒരാൾക്ക് കുഞ്ഞിനെ കൊടുക്കും? പക്ഷേ ആർക്ക് കൊടുത്തില്ലെങ്കിലും ഹരിക്ക് ഞാൻ കൊടുക്കും. പക്ഷെ അവൻ വാങ്ങിക്കില്ല. അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അവന് കുഞ്ഞിനെ എടുക്കാൻ പേടിയാ, അവൻ വാങ്ങില്ല. അങ്ങനെ ഒരു ആഗ്രഹം അവനുണ്ടെങ്കിൽ ഞാൻ എന്ത് കരുതുമെന്നൊന്നും നോക്കാതെ അവൻ കുഞ്ഞിനെ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കും. പക്ഷെ ഇവിടെ അവനത് കരുതിയിട്ടില്ല. അവന് പേടിയാ, അല്ലാതെ അമ്മ പറയുന്ന ഒന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. റയൻഷുള്ള കാര്യം പറഞ്ഞു. അത് തന്നെയാണ് സത്യവും. ഹരി കുഞ്ഞിനെ എടുക്കണമെന്ന് കരുതിയാൽ റയൻഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പക്ഷേ ഇതവന് പേടിയാണ്. അതുകൊണ്ടാണ് വാങ്ങിക്കാതെ നോക്കുക മാത്രം നിന്നത്. ജനിച്ച് മണിക്കൂറുകൾ മാത്രം പ്രായമായ കുഞ്ഞിനെ എടുക്കാനുള്ള മനോധൈര്യമൊന്നും അവനില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ ആവട്ടെ. നിന്റെ കുഞ്ഞ് നിന്റെ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ അതിൽ വേറെ ആർക്കും അവകാശമില്ലെന്നും സ്നേഹിക്കാൻ പാടില്ലെന്നും ഒന്നും പറയാൻ പാടില്ല. എല്ലാവരും വേണം. എല്ലാവരുടെയും സ്നേഹവും കരുതലും അറിഞ്ഞുകൊണ്ട് തന്നെ നിന്റെ കുഞ്ഞു വളരണം. സുഭദ്ര പറയുമ്പോൾ റയൻഷ് മോളി കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ തന്നു. സുഭദ്ര കുഞ്ഞിനെ കൊണ്ട് പാല് കൊടുക്കാൻ ലച്ചുവിന്റെ അടുത്തേക്ക് പോയി. സുഭദ്ര നേരത്തെ അങ്ങനെ പറഞ്ഞത് കൊണ്ടോ എന്തോ റയൻഷ് എല്ലാരെയും ഒന്ന് എടുക്കാൻ സമ്മതിക്കുന്നുവെന്നല്ല, അവനൊന്ന് മാറിക്കൊടുത്തു. അപ്പോഴും ഹരി കുഞ്ഞിനെ എടുത്തില്ല. പക്ഷെ ഒരു സെക്കൻഡ് കുഞ്ഞിനെ അടുത്തുനിന്ന് മാറിയില്ല. അയ്യോ, താടിയിലൊരു ചുഴിയുണ്ട്. ഹരിക്കുണ്ട് താടിയിൽ ചുഴി ഇല്ലേ? കുഞ്ഞിപ്പെണ്ണെന്ന് ഞെരിപിരി കൊണ്ടപ്പോൾ താടിയിൽ കണ്ട കുഞ്ഞി ചുഴിയിലേക്ക് നോക്കി റോഷ്നി പറഞ്ഞു. അപ്പം ഒരു ഉറപ്പിന് ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അവനൊരു ചിരിയോടെ നിൽക്കുന്നുണ്ട്. കുഞ്ഞിനെ ഇവിടെ എങ്ങനെ നിർത്തണ്ട. ലച്ചുവിനെ കൊണ്ടുവരാൻ ഇനിയും 1 മണിക്കൂർ പിടിക്കും. ട്രിപ്പ് ഇട്ടത് കഴിഞ്ഞില്ലല്ലോ. കുഞ്ഞിനെ കൊണ്ട് നമുക്ക് റൂമിലേക്ക് ഇരുന്നാലോ? ഹരി വല്യമ്മ അവിടെ അഭിപ്രായം പറയുമ്പോൾ ഹരിയും റോഷ്നിയും റയാൻഷും അല്ലാത്തവരൊക്കെ കുഞ്ഞിന്റെ കൂടെ റൂമിലേക്ക് നടന്നു. റയാൻഷ് ചെയറിലേക്ക് ചാറിയിരുന്നു. രാവിലെ 8:30ക്കാണ് അവൻ ലച്ചുവിനെ അവസാനമായി കാണുന്നത്. ഇപ്പോൾ വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. അവൻ കണ്ണു കടച്ച് ചെയറിലേക്ക് ചാരിയിരുന്നു. കുഞ്ഞിന്റെ കൂടെ റൂമിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ അവന്റെ ലച്ചുവിനെ ഒറ്റയ്ക്കാക്കി പോവാനും തോന്നുന്നില്ല. ആരുണ്ടെങ്കിലും അവനുള്ളതുപോലെ ആവില്ലല്ലോ. അവളെ പുറത്തേക്ക് കിടത്തുമ്പോൾ ആ കൺമുന്നിൽ അവൻ വേണ്ടേ? ആ കൈകൾ മുറുക്കെ പിടിക്കാൻ അവൻ അവിടെ വേണം.